ഇന്നത്തെ നോമ്പ് തുറയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഫുഡ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇന്ന് തയ്യാറാക്കി എടുക്കുന്നത് ഞാൻ ഇടിയപ്പവും പിന്നെ ഒരു പ്രോൺസ് വെച്ചിട്ടുള്ളൊരു റോസ്റ്റാണ് കേട്ടോ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ആ ഒരു പ്രോൺസ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അതൊരു കടായി വെച്ചിട്ട് ഇതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കേട്ടോ ആദ്യം ഒഴിച്ചു കൊടുത്തത്. എണ്ണ ചൂടായി തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 10-12 ചെറിയ ഉള്ളിയും ഒരു 8-10 അല്ലി വെളുത്തുള്ളി, പിന്നെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു പീസ് ഇഞ്ചി, ഒരു 3 പച്ചമുളക് ഇത്രയും കൂടെ ഒന്ന് തൊലിയെ കളഞ്ഞ് നന്നായിട്ടൊന്ന് കഴുകി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മാറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുത്താണേ. ഒരുപാട് പേസ്റ്റ് ആക്കണ്ടിട്ട് ഇതുപോലെ ചതച്ച് തന്നെ ചേർത്ത് കൊടുത്താൽ മതിയാകും. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി ഇതുപോലെ ഒന്ന് നിറമൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിനി ഇതിലേക്ക് ഒരു സവാള ചേർത്ത് കൊടുക്കാം. ഒരു 3 എണ്ണമൊക്കെ ചേർക്കണ്ട, 3 തൊട്ട് 4 സവാള വരെയൊക്കെ ആകാം. ഒരു 1.5 കിലോളം ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു പ്രോൺസ് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം. അതുകൊണ്ടാണ് ഒരു 3 സവാള ഞാൻ ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഈ ഒരു സവാളയും കൂടെ ചേർത്ത് കൊടുത്തിട്ടേ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് റെഡിയായി വരാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് ഇളക്കിയിട്ടൊന്ന് അടച്ച് വെച്ചിട്ടാണ് ഇന്ന് കുക്ക് ചെയ്തെടുക്കുന്നത്. പിന്നെ ഒരു 1-2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടേ ഒരു പാത്രത്തിൻ്റെ അടപ്പ് കൊണ്ടൊന്ന് അടച്ചു കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം കുറച്ച് വയ്ക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് പെട്ടെന്ന് റെഡിയാക്കി കിട്ടിക്കോളും. അപ്പോൾ ഇതിനിടയ്ക്ക് ഇടിയപ്പം ഒന്ന് തയ്യാറാക്കി എടുത്തിട്ടുണ്ടായിരുന്നേ. ഇടിയപ്പം ഒന്ന് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് സ്റ്റൗവിലോട്ട്. അതൊന്ന് റെഡിയായി വരട്ടെ. ആ ഒരു ടൈം കൊണ്ട് തന്നെ ഉള്ളി ഞാൻ ഇടയ്ക്കൊന്ന് അടപ്പൊന്ന് മാറ്റിയിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ വീണ്ടും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് നന്നായിട്ട് ഒരു സവാള ഒന്ന് വഴിച്ച് വന്നെടുക്കാം. സവാളയൊക്കെ ഏകദേശം നന്നായിട്ടൊന്ന് ഉടഞ്ഞൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും 2 ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത്രയും മതിയായിട്ട് പൊടികൾ നമ്മൾ ഒരുപാട് ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ പ്രോൺസ് ഇടുന്ന സമയത്ത് എത്ര തന്നെ ഇട്ടിരുന്നാലും അത് ചുരുങ്ങി ചെറിയൊരു ക്വാണ്ടിറ്റി ആവും. നമ്മൾ ഒരുപാട് പൊടി ചേർത്ത് കഴിഞ്ഞാൽ ഒരു പൊടികളുടെയൊക്കെ ഒരു ടേസ്റ്റ് ആയിരിക്കും മുന്നിട്ട് നിൽക്കുന്നത്. അതിനേക്കാളും നമ്മൾ വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പ്രോൺസ് ചേർത്തിട്ട് വേണമെങ്കിൽ ചേർക്കേണ്ടി വരില്ല. പക്ഷേ ഈ ഒരു പൊടികളൊക്കെ പാകമായിരിക്കും കേട്ടോ. അപ്പോൾ അതാ ഒരു പൊടികളൊക്കെ ചേർത്ത് ഒന്ന് വഴറ്റി അതിൻ്റെ ഒരു പച്ച ചുവന്ന് മാറി വന്നതിന് ശേഷം ചെറിയൊരു തക്കാളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ. എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിക്കാം. സാധാരണ എപ്പോഴും പ്രോൺസ് ഞാൻ ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ടൊക്കെയാണ് ഒരു റോസ്റ്റ് തയ്യാറാക്കി എടുക്കുന്നത്. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോഴും അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ആ ഒരു പ്രോൺസിൽ നിന്ന് തന്നെ വെള്ളം വന്നിട്ട് ആ ഒരു വെള്ളത്തിൽ അത് കുക്കായി കിട്ടിക്കോളും. അപ്പോൾ അതാ ഒരു 1.5 കിലോളം പ്രോൺസ് ക്ലീൻ ചെയ്ത് ഡിമൻ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അതും കൂടെ നമുക്കിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മസാലയും പ്രോൺസും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നമ്മൾ ഈ ഒരു പ്രോൺസ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു തലഭാഗം എടുക്കുന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ ഇത് ക്ലീൻ ചെയ്യണേ. ആ തലയുടെ അകത്താണ് കൂടുതൽ അഴുക്കുള്ളത്. പിന്നെ അതുപോലെ അതിൻ്റെ ഒരു മുതുകിൻ്റെ ഭാഗത്തുണ്ടല്ലോ ഒരു വെയിൻ കാണും, ഒരു കറുത്ത കളറിലുള്ള വെയിൻ. അതും ഒന്ന് കത്തി കൊണ്ടൊന്ന് കീറിയിട്ടൊന്ന് എടുക്കണേ. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഉപ്പിട്ട് ഉരച്ച് കഴുകി ഒരു 4-5 വെള്ളം ഒന്ന് കഴുകി എടുക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് പ്രോൺസ് ക്ലീനായി കിട്ടിക്കോളും. അപ്പോൾ അതാ ഒരു പ്രോൺസും മസാലയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഞാൻ ഇളക്കി ഒന്ന് യോജിപ്പിക്കുന്നുണ്ട്. ഇനി ഉണ്ടല്ലോ ഇതൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, അതിൽ നിന്ന് തന്നെ വെള്ളം വന്നിട്ടുണ്ടായിരുന്നേ. എല്ലാ പ്രോൺസിനും അങ്ങനെ വരില്ല. ചില സമയത്ത് നമ്മൾ കിട്ടുന്ന പ്രോൺസിനുണ്ടല്ലോ വെള്ളം എങ്ങനെ ഇറങ്ങാനുള്ള സാധ്യത കുറവായിരിക്കും. ചില സമയത്ത് ഒരുപാട് വെള്ളം അങ്ങറങ്ങും. അനാവശ്യമായിട്ട് ഇത് എവിടെ നിന്ന് വരണമെന്ന് പോലും പിടി കിട്ടാത്ത രീതിയിൽ അത്രത്തോളം വെള്ളം ഇറങ്ങി വരും. ഇത് അത്യാവശ്യം വെള്ളം ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ച് അവർ എണ്ണയൊക്കെ ഒന്ന് തെളിയിച്ചെടുക്കണം കേട്ടോ. അപ്പോഴാണ് ആ ഒരു കറിയുടെ നല്ലൊരു ടേസ്റ്റ് വരുന്നത്. അങ്ങനെ ഓവർ കുക്കൊന്നായി പോവുകയും ചെയ്യില്ല കേട്ടോ. നമ്മളിത് ഒരുപാട് വേവിച്ച് കഴിഞ്ഞാൽ റബ്ബർ പോലെ എനിക്കിതുവരെ എൻ്റെ അനുഭവത്തിൽ ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. കറക്റ്റായിട്ട് നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതാ ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്ന് ഏകദേശം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. അവസാനം ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിച്ച് വെച്ചതാണ് കേട്ടോ. അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ കുരുമുളകും ഉപ്പും കൂടെ ഞാൻ മുട്ടയിലിടാൻ വേണ്ടിയിട്ട് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. അത് ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തെന്നുള്ളൂ കേട്ടോ. അപ്പം ഉപ്പും പാകമായിരിക്കും. ഇപ്പോൾ നമ്മൾ കുറച്ചല്ലേ ആദ്യം ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് അതിനെ ചേർത്ത് കൊടുത്തത്. നിങ്ങൾ കുരുമുളകിൻ്റെ പൊടി മാത്രമായിട്ട് ചേർത്ത് കൊടുത്താലും മതി. കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒന്നും കൂടെ ഫ്ലേവർ നല്ലതായിരിക്കും, ടേസ്റ്റും ഒന്നും കൂടെ ബെറ്റർ ആയിരിക്കും. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് ഇളക്കിയെന്നില്ല യോജിപ്പിച്ച് ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റണം കേട്ടോ. അത്രയും വെള്ളത്തിൻ്റെ ആവശ്യമില്ല. കുറച്ചൊന്നൊരു റോസ്റ്റ് ഭാഗത്തിലിരിക്കട്ടെ. അതാണ് എൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. എന്നുകൊണ്ട് ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റി അവസാനം നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും ആ ഒരു എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരും. അതാണ് എൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. തന്നെ കറക്റ്റായിട്ടുണ്ട്. ഒരു പ്രോൺസ് മസാല റെഡി ആയിട്ടുണ്ട്. ഇതിൽ നമുക്ക് വേണമെങ്കിൽ കട്ടിക്ക് നല്ല തേങ്ങാപ്പാലൊക്കെ വേണമെങ്കിൽ ഒഴിച്ചിട്ടെടുക്കാം. പക്ഷേ തേങ്ങാപ്പാൽ ഒഴിക്കാതെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ ഒരു കറിക്ക്. പിന്നെ ഞാൻ തേങ്ങാപ്പാൽ ഒഴിക്കാനായിട്ട് നിന്നില്ല കേട്ടോ.
കറി റെഡി ആയിട്ടുണ്ട്, ഞാൻ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നോമ്പുകഞ്ഞി എന്നത്തെ പോലെ തന്നെ ഇന്നും നോമ്പുകഞ്ഞി തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഒരു തേങ്ങാ കൂട്ടൊക്കെ അരച്ചൊഴിച്ചിട്ട് ആവശ്യത്തിനുള്ളതൊക്കെ ഒഴിച്ചിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നതാണ് കേട്ടോ. ഇതിനിടയ്ക്ക് ഇടിയപ്പവും റെഡി ആയിട്ടുണ്ട്, അതൊന്ന് മാറ്റി വെച്ചിട്ട് നെക്സ്റ്റ് ബാച്ചും വെച്ചിട്ടുണ്ട് കേട്ടോ വേവിക്കാനായിട്ട്. ഇതിനിടയ്ക്ക് ഞാൻ പിന്നെ കുറച്ച് മുട്ട ബജിയും കൂടെ തയ്യാറാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. വേറെ ഫ്രൈഡ് ഐറ്റംസ് ഒന്നും തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നില്ല, മുട്ട ബജിയാണ് പിന്നെ തയ്യാറാക്കിയെടുക്കുന്നത്. പിന്നെ ജ്യൂസായിട്ടേ ഇതൊരു സ്പെഷ്യൽ ജ്യൂസാണ് കേട്ടോ. പിന്നെ ഇത് കുടിച്ചതിന് ശേഷമാണ് വിചാരിച്ചാൽ ഇതിൻ്റെ റെസിപ്പി എടുക്കേണ്ടതായിരുന്നെന്ന്. എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ഷമാമും പിന്നെ ടെൻഡർ കോക്കനട്ടിൻ്റെ ഐസ്ക്രീമും പഞ്ചസാരയും പാലൊക്കെ ചേർത്തിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുള്ള ജ്യൂസാണ് കേട്ടോ. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നേ. എന്തായാലും ടെൻഡർ കോക്കനട്ടിൻ്റെ ഐസ്ക്രീമും അവർ ഷമാമും വെച്ചിട്ട് ഈ ഒരു ഡ്രിങ്കും തയ്യാറാക്കി നോക്കൂ, സൂപ്പറാണ്. പിന്നെ കട്ട് ഫ്രൂട്ട്സും ബാക്കി ഐറ്റംസൊക്കെ, പിന്നെ മുട്ട ബജി ഉണ്ടായിരുന്നു കേട്ടോ, പിന്നെ നോമ്പുകഞ്ഞി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ നോമ്പ് 6 വിശേഷങ്ങളെന്ന് പറയുന്നത്. ഇടയത്താഴത്തിനും അത്താഴത്തിനൊക്കെ വേണ്ടിയിട്ട് ഇതേനായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ രാവിലെ ഇടയത്താഴത്തിന് വേണ്ടിയിട്ട് തികഞ്ഞില്ലെങ്കിൽ മാത്രം പുട്ട് തയ്യാറാക്കിയെടുക്കും. അതാണ് ഒരു എളുപ്പപ്പണി. മാവ് നനച്ച് വെച്ചിരിക്കും ഫ്രിഡ്ജിൽ ഓൾറെഡി. അപ്പം നമുക്ക് ഈ ഒരു രാത്രി ഉണ്ടാക്കുന്ന ആഹാരം രാവിലത്തേക്ക് നമുക്ക് തികഞ്ഞില്ല എന്നുണ്ടെങ്കിൽ മാത്രം പുട്ട് റെഡിയാക്കി എടുക്കും. കറി എന്തായാലും കാണും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിലേ മറക്കാതെ തന്നെ ഒരു ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്ത് നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്.